അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിസാന്, തജ്വീദ് എന്നീ വിഷയങ്ങളുടെ ഒരു മോഡൽ പേപ്പറാണ്. ഈ വർഷം നടന്ന 2026 നടന്ന ഒരു മോഡൽ പരീക്ഷാ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ എക്സാം ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ. പരീക്ഷയ്ക്ക് വളരെ സിമ്പിൾ എന്നൊന്ന് പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അവാ നുമയ്യിസ് സ്വഹീഹ ബിഹാദിഹി, ശരിയിടാനാണ് ട്ടോ. താഴെ നൽകിയിട്ടുള്ളതിന് ശരിയിടാൻ. ഇസ്തിഅ്ലാഇന്റെ ഹർഫുകളിൽ പെട്ടതാണ് ഏത്? സ്വാദ്, സാ, യാ. അതാണ് സ്വാദ് ട്ടോ. അശ്ശഹറുൽ അവ്വലു, ഒന്നാമത്തെ മാസം ഏതാണ്? മുഹറം അല്ലെ. ഹാമിദുൻ വ ഖാലിദുൻ ഡാഷ്, എന്താണ് അതിനോട് ചോദിച്ചത്? ലിസാന്റെ ഭാഗം അല്ലെ. ഹാമിദും ഖാലിദും എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? രണ്ടാളുണ്ട്. രണ്ടും ആൺകുട്ടികളാണ്. അപ്പൊ ഇഖ്റഉ ഇഖ്റാഅനി, ഏതാ വരിക? ഇഖ്റാഅനി ട്ടോ. വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിസാന്റെ, അപ്പൊ അതൊക്കെ പോയി കാണാം ട്ടോ. ഒരു അക്ഷരത്തിന് കൂടിയ സിഫത്ത് എത്രയാണ്? യാ അഖി ഹൽ. യാ അഖി, ഏ സഹോദര എന്ന് വിളിച്ചിട്ട് ചോദിച്ചാണെന്ത്? ഹൽ ശരിയാണെന്ന്, ശരിപ്ത എന്നുള്ള മാനക്ക് വരിക ട്ടോ. ഹൽ ശരിപ്ത എന്ന് വരുമ്പോഴാട്ടെ നീ എന്നുള്ള അർത്ഥം വരിക. ഇനി അടുത്തൊരു ചോദ്യമാണ് നുഅരിബു, അറബിയിലാക്കാനല്ലേ. നിങ്ങളെ പുസ്തകത്തിൽ വന്ന ഭാഗമാണ്. അപ്പൊ അതൊക്കെ എന്താവോ നോക്കി പഠിക്കട്ടോ. അവർ ഇരുവരും 3 ദിവസം സൗറിൽ താമസിച്ചു എന്നുള്ളതും, അതുപോലെ തന്നെ ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക എന്നുള്ളതിന്റെ അറബി പുസ്തകത്തിൽ നോക്കി പഠിക്കട്ടോ. പിന്നെ നുതർജിമ്, അർത്ഥം എഴുതാൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ സലാസ്തു അക്ലാമിൻ, ഇന്ത്യ എന്ന അർത്ഥം എന്റെ അടുക്കലല്ല. സലാസ്തു അക്ലാമിൻ എന്തുണ്ട്? 3 പേനകളുണ്ട്. അതുപോലെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ ആരാണ്? ഖുർആൻ മനഃപ്പാഠമാക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതൊക്കെ നമ്മൾ പഠിച്ചാണല്ലോ. അപ്പൊ അതൊക്കെ നോക്കി പഠിക്കട്ടോ. ഇനി പഠിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നൂസിലു ബിൽ മുനാസിബി, അപ്പൊ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എന്താവുക, അതിനോട് യോജിച്ച സ്ഥലത്ത് എഴുതി കൊടുക്കുക. എല്ലാ ദിവസവും നാം ഓതണം. എന്താണ് എല്ലാ ദിവസവും ഓതേണ്ടത്? ഖുർആൻ. രണ്ടാമത്തെ എന്താണ്? കാനത്തിൽ ഉമ്മുടെ. അപ്പൊ ഉമ്മ, ഉമ്മ എന്നുള്ള ആരാണ്? പെണ്ണാണല്ലോ അല്ലെ. പെണ്ണാവുമ്പോ താ വരണമെന്ന് പറഞ്ഞിരുന്നു. അതിലാകെ താ തന്നിട്ടുള്ള ബ്രാക്കറ്റിൽ ഏതാണ്? തെക്കുനുത്തു എന്നാണ്. അപ്പൊ കാനത്തിൽ ഉമ്മു തെക്കുനുത്തു. വഖ്ശൗനി എന്നതിലെ ഹംസ ഏതാണെന്നുള്ളത്? ഏതാണ്? ആ വാവ് പോയാൽ അവിടെ എന്താ? ഇഫ്ഷൗനി എന്ന് ഓതാൻ പറ്റും. അപ്പൊ ഇഫ്ഷൗനി എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ 2 രൂപത്തിലും പറ്റുന്ന ഹംസ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹംസത്തുൽ വസ്ല ട്ടോ. ഇന്ന അബി ഡാഷ്, ഇന്ന അബി യഖ്റഉ, ഇന്ന അബി യഖ്റഉ. ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ ഏതാണ്? ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ ഏതാണ്? ഹംസക്ക് മാറ്റം വരുമോ? ഇല്ല, എപ്പോഴും ഈ തന്നെയല്ലേ. അപ്പൊ ഏതാണ്? ഹംസത്തുൽ ഖത്അ, ഹംസത്തുൽ ഖത്അ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നുമൈസ്, വേർതിരിക്കാൻ. അഥവാ ബ്രാക്കറ്റിൽ നിന്ന് വേർതിരിച്ച് തെരഞ്ഞെടുത്ത് എഴുതാനാട്ടോ. പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകൾ ഏതൊക്കെയാന്നുള്ളത്? ഏതാണ്? ആയത്തുൽ കുർസി. ഓക്കെ, അത് ആയത്താണല്ലോ അല്ലേ. മുഅവ്വിദത്തൈനി പറ്റുമോ? ഇല്ല, കാരണം സൂറത്തല്ലേ. ആമന റസൂലു ആയത്താണ്, പറ്റും. ഇഖ്ലാസ് സൂറത്താണ്, അപ്പൊ അതും പറ്റൂല. ലൗ അൻസൽന ആയത്താണ്. അപ്പൊ ഏതൊക്കെയാണ്? ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന. ഹുറൂഫുൽ ഇത്ബാഖ്, ഇത്ബാഖിന്റെ അറഫുകൾ ഏതൊക്കെയാന്നുള്ളത് വളരെ സുഖാണല്ലേ. ഇത്ബാഖിന്റെ അറഫാണ് വളരെ സുഖമായിട്ട് പഠിക്കാൻ പറ്റുക. ഏതൊക്കെയാണ്? തോ, ലോ, സ്വാദ്, വാദ്. അപ്പൊ ആ 4 ഇത്ബാഖിന്റെ അക്ഷരങ്ങൾ കേട്ടോ. അത് പഠിച്ചു വെക്കും ചെയ്യാം. ഈ പരീക്ഷയ്ക്ക് വന്നാൽ എഴുതാൻ വളരെ സുഖമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. സീഉൽ മുത്തകല്ലിം, മുത്തകല്ലിമിന്റെ സീ ഏതൊക്കെയാണെന്നുള്ളത്? കറഅത്തുമാന മുത്തകല്ലിമാണോ? അല്ല. അതുപോലെ കറഅത്ത് എന്നാലോ? കറഅത്തു കറഅന. ഈ അവസാനത്തിൽ വലിയ 2 ഉണ്ടല്ലോ, കറഅത്തു കറഅന, ആ രൂപത്തിൽ തന്നെ ഫഅൽതു ഫഅൽന, അതാണ് എന്തെന്നുള്ളത് മുത്ത. അപ്പൊ ആ രൂപത്തില് ഏതൊക്കെയാണ് വരുന്നത് വെച്ചാൽ അത് നോക്കിയിട്ട് എന്താവുക, എഴുതട്ടോ. മുത്തകല്ലിമിൽ വരുന്നത്. ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, നുറത്തിബു, തെർത്തീബാക്കാൻ. അപ്പൊ അവിടെ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, റെഡിയാക്കാൻ. നമുക്ക് എല്ലാവർക്കും അറിയല്ലേ, വളരെ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമല്ലേ. കലാമുൻ കദീമുൻ, പിന്നെന്താണ്? ലായുമല്ലോ സമാഉഹു, തനസ്സഅ അൻ ഖൗലിൻ വഫഇലിൻ വനിയ്യത്തി. അതൊക്കെ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും കൂടുതൽ പറയണില്ല. അടുത്തത് സർഫാക്കാനാണ്. നുസദ്ദിഫ്, കത്തബ തന്നിട്ടുണ്ട്, കത്തബിന തന്നിട്ടുണ്ട്. അപ്പൊ അതുവരെ സർഫാക്കണം. കത്തബ, കത്തബ, കത്തബു, കത്തബത്ത്, കത്തബത്ത, കത്തബിന. അതുപോലെ കത്തബ്ത, കത്തബ്തുമ, കത്തബ്തും, കത്തബ്തി, കത്തബ്തുമ, കത്തബ്തുന്ന. അതുപോലെ തന്നെ യജ്ലിസു സർഫാക്കും, മുളാരിയാട്ടോ. യജ്ലിസു, യജ്ലിസാനി, യജ്ലിസൂന, തജ്ലിസു, തജ്ലിസാനി, യജ്ലിസ്ന. അതുപോലെ തന്നെ തജ്ലിസു മുതൽ തജ്ലിസ്ന വരെ എന്താവുക, സർഫാക്ക. അപ്പൊ സർഫാക്കാനൊക്കെ പഠിക്കാം. ആദ്യം മുളാരിയും സർഫാക്കാന് പഠിക്കട്ടോ. അടുത്തത് ചോദ്യോത്തരം എഴുതാനാണ്. നുജീബ്, ഉത്തരം എഴുതാട്ടോ. വഖഫ് എന്നാൽ എന്ത്? എന്താണ്? ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനം നിർത്തലാണെന്ത്? വഖഫ് അല്ലെ.
കൂഫക്കാരായ 4 കാരികൾ ആരെല്ലാം? നമ്മൾ 10 കാരികളുടെ പേര് പഠിക്കുമ്പോൾ അവരുടെ സ്ഥലം കൂടെ കൂട്ടി പഠിക്കട്ടോ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. ആരൊക്കെയാണ്? ഹാഷിമുൽ കൂഫി, ഹംസത്തുൽ കൂഫി, കിസാഇയുൽ കൂഫി, ഖലഫുൽ കൂഫി. അവരുടെ പേരിന്റെ ഒക്കെ അവസാനം കൂഫ ഉണ്ടാവും. ഇനി മദീനക്കാർ ചോദിച്ചാല് ആരുടെയൊക്കെ പേരിന്റെ അവസാനമാണ് മദീന ഉള്ളത്, അവരാണ് മദീനക്കാരെന്ന് മനസ്സിലാക്കി കേട്ടോ. ഹംസത്തുൽ ഖത്ഇ എന്നാൽ എന്ത്? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസക്കാണ് ഹംസത്തുൽ ഖത്ഇ എന്ന് പറയുന്നത്. അടുത്ത വഖഫിന്റെ അടയാളം എഴുതാനാണ്. വഖഫുൽ ഔല. വഖഫുൽ ഔല എന്ന് പറഞ്ഞാൽ ഏതാണ്? കില. വഖഫ് ജായിസ് ആണ്. എന്താണ്? ജീം അല്ലെ. വഖഫ് മുത്തലഖ് ഏതാണ്? ത്വാ. അൽ വസ്ലുൽ ഔല ഏതാണ്? സില. വഖഫ് മുജവ്വസ് ഏതാണ്? സാ. ലാ തഖിഫ് ഏതാണ്? ലാ. ഇതൊക്കെ നമ്മൾ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള രൂപങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അതുപോലെ തന്നെ ലിസാനിന്റെ തജ്വീദിന്റെ മറ്റൊരു മോഡൽ പേപ്പറും കൂടെ ഉണ്ട്. അതുപോലെ ഇതൊക്കെ ആവശ്യമുള്ളവർ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ. അതിൽ ബന്ധപ്പെട്ടാൽ PDF അയച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ വിജയം നൽകട്ടെ. ആമീൻ. അസ്സലാമു